മുത്തശ്ശനും മുത്തശ്ശിയും ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ജലജയ്ക്ക് നടുവേനായിട്ട് ജലജ നടക്കുന്നത് കാണാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ജലജ, നിനക്ക് എന്താ പറ്റിയ, നീ എന്താ ഇങ്ങനെ നടക്കുന്നു ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അമ്മേ ഇതുപോലെ രാവിലെ എണ്ണയിൽ തെന്നി അബി വീണു, അബിക്ക് എന്താ സംഭവിച്ചതോർത്ത് ഓടി വന്ന് ഞാനും വീണു എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ്, എണ്ണയിൽ തന്നെ വീണെന്നോ, അതെങ്ങനെ സംഭവിച്ചു, മേൽ ആരാ എണ്ണ കൊണ്ട് ഒഴിച്ചെന്ന് ചോദിക്കാണ്. ജലജ പറയാണ്, ആർക്കറിയാം, അവളായിരിക്കും ആ നവ്യ. അവിടെ ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു, ഒരു കാക്കിലെ എണ്ണയോളം അവിടെ ഒഴിച്ചിട്ടുണ്ട്, അപ്പൊ ആരോ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് നവ്യ വരെയാണ്. നവ്യ പറയാണ്, എന്റെ പൊന്നു മുത്തശ്ശനൊന്ന് ആലോചിച്ച് നോക്കി, എനിക്കതിന്റെ കാര്യമുണ്ടോ, ഞാൻ താഴെ ഇരുന്ന് ആഹാരം കഴിക്കായിരുന്നു, ആഹാരം കഴിച്ചിട്ട് തിരിച്ച് ഞാൻ കയറി വരുമായിരുന്നു. ഈ സമയത്താണ് അബി ഇറങ്ങി വന്നത്. അബി ഒന്ന് വീണില്ലാതെ ഒരു സെക്കൻഡ് ഒന്ന് കുറഞ്ഞെങ്കിൽ ആ എണ്ണച്ചോട്ട് വീഴേണ്ടത് ഞാനായിരുന്നു. നവ്യ പറയുന്നുണ്ട്. ഈശ്വര എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി നെഞ്ചത്ത് കൈവെക്കാണ്. അതേ മുത്തശ്ശി, ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ അബി വീണില്ലായിരുന്നെങ്കിൽ വീഴേണ്ടത് ഞാനായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അത് ചെയ്യുവോ, എനിക്ക് വേണ്ടി അപകടം ഞാൻ തന്നെ വിളിച്ചു വരുത്തൊന്ന് ചോദിക്കാണ്. എന്നിട്ട് മുത്തശ്ശനോട് നവ്യ പറയാണ്, മുത്തശ്ശ അന്ന് പാലില് ആ വിഷം കലർത്തിയതും ആരോ എനിക്ക് തരാൻ വേണ്ടി തന്നെയാ, കാരണം അന്നത് കുടിക്കേണ്ടിയിരുന്നത് ഞാനാണ്. ഇപ്പൊ മനസ്സിലായില്ലേ നയനയല്ല ചെയ്യുന്നുള്ള കാര്യം, നയനയാണെന്നും പറഞ്ഞായിരുന്നല്ലോ എല്ലാവരും ബഹളം വെച്ചത്. ഇന്നിപ്പോ ആ എണ്ണ ഒഴിച്ച സമയത്ത് നയന ഇവിടെ ഇല്ലല്ലോ, അപ്പൊ തന്നെ മുത്തശ്ശന് ചിന്തിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ. അബിയും തന്നെ വീണു, അബിയും അബിയുടെ അമ്മയും തന്നെ വീണു. ആ ഒരു അവസരത്തില് എന്നെ കൊല്ലാൻ നോക്കിയത് ഇവരും അല്ല, പിന്നെ ആരാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ തന്നെ അത് ഊഹിച്ച് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് ഇറങ്ങി പോവാണ്. ജലജയിൽ പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് മുത്തശ്ശിയോട് ചോദിക്കാണ്, നവ്യ പറഞ്ഞതിന്റെ പൊരുൾ തനിക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. ഇത്രയും കാലമില്ലാതെ 1 വർഷമായല്ലോ നവ്യയും നയനയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഇത്രയും നാളും ആ കുട്ടികളുടെ ജീവൻ അപകടപ്പെടുത്താൻ ആരും ശ്രമിച്ചിട്ടില്ല. ജലജയാണെങ്കിലും അഭിയാണെങ്കിലും ഓരോന്നൊക്കെ ചെയ്യുമെങ്കിലും ഇത്രമാത്രം അവർ കടന്നു പോയിട്ടില്ല. അതിനർത്ഥം അനാമികയും അവളുടെ വീട്ടുകാരുമാണോ എന്ന് മുത്തശ്ശി ചോദിക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ഒരു സംശയം എനിക്കുണ്ട്. അല്ലെങ്കിൽ അന്ന് പാലിൽ വിഷം കലർത്തി ദേവ്യാൻ ഇത് കുടിച്ചു. ദാ ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ നയനയും ഇല്ല, ദേവ്യാനിയും ഇല്ല. ഈ സമയത്ത് അവിടെ എണ്ണ ഒഴിച്ച് മനഃപൂർവ്വം വീഴിക്കണമെങ്കിൽ അത് പിന്നെ ആരായിരിക്കും? ജലജയും അഭയും അതിൽ തന്നെ വീണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അത് വീഴാത്തവർ തന്നെ ആയിരിക്കുമല്ലോ എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ, ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ ഇത്രമാത്രം വിഷമുണ്ടോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ആ കുട്ടിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും തന്നെയാ. അവരുടെ ബിഹേവിയറിൽ പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ നല്ലൊരു രക്ഷിതാക്കളല്ലെന്ന്. കാരണം പല സമയത്തും ആ കുട്ടിയെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല അവര്. അതിനൊക്കെ അർത്ഥം അവരാ കുട്ടിയെ വളർത്തിക്കുന്ന രീതി തന്നെ ശരിയല്ല. അപ്പൊ പിന്നെ ആ കുട്ടി ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നമുക്ക് കനകത്തിനെ വിളിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നവ്യമോളെ പറഞ്ഞ് വീട്ടിലേക്ക് വിടാം. അല്ലാതെ കുട്ടി ഇവിടെ നിർത്തിയാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവൻ ആപത്തുണ്ടായാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ കനകത്തിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം, അല്ലെങ്കിൽ 7-ാം മാസം ആകുമല്ലേ, നവ്യെ പറഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് അയക്കാം. അവൾ നിൽക്കുന്ന സമയമൊക്കെ അവളുടെ ജീവൻ ആപത്താം. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അത് തന്നെയാ വേണ്ടതെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആലോചിച്ചിട്ട് എന്നെ സമനില തെറ്റുന്നു. ഇത്രയും കാലം ഞാൻ കൊണ്ടുപോയിക്കൊണ്ടുവന്ന വീടല്ല ഇത്. ഇപ്പോ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു. 3 കൊച്ചു മരുമക്കൾ വന്നതേ പിന്നെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നേ. എല്ലാവരും ചേർന്നിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരും അംഗവും യുദ്ധവും. അതുപോലെ എല്ലാവരും പരസ്പരമുള്ള കടിച്ചുപറയും. എന്തൊക്കെയാ ദാ ഇപ്പോ ഓർത്തർ ജീവൻ കളയാൻ വേണ്ടി തന്നെ ഓർത്തർ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ആദ്യം ദേവ്യാനി വീണു, ദാ പിന്നെ നവ്യ വീഴിക്കാൻ. നവ്യമോള് പറഞ്ഞത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരി തന്നെയാ. അന്ന് അത് വെച്ചതും അവക്കുള്ള കിണി തന്നെയായിരുന്നു, ഇപ്പോഴത്തതും അവക്കുള്ള കിണി തന്നെയാ. അപ്പൊ നവ്യെ ടാർഗറ്റ് ചെയ്തോട് തന്നെ ആരോ ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും ആകെപ്പാടെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കായിരിക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശി നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദർശ് പറയാണ്, മുത്തശ്ശ എന്റെ മനസ്സിലൊരു സംശയമുണ്ടെന്ന് പറയുമ്പം എന്താണെന്ന് ചോദിക്കാണ്. ഈ അനാമികയും അവളുടെ വീട്ടുകാരും അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല. അവരുടെ പിന്നില് എന്തൊക്കെയോ ഗൂഢമായ രഹസ്യങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ. അവരൊക്കെ പക്ക ഫ്രോഡുകളാ. അത് പലതവണയായിട്ട് എന്നോട് നയനയും പറഞ്ഞിട്ടുണ്ട്. അന്ന് വിവാഹ ദിവസത്തിൽ തന്നെ ഞാനൊരു കൂട്ടരെ കണ്ടതാ. ഞാൻ ഇറങ്ങിച്ചതപ്പോ വേണോങ്ങളുമായിട്ട് അവർ അടിയുണ്ടാക്കായിരുന്നു. എന്താന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്തോ കാശിന്റെ ഇടപാടാണെന്നാ. അപ്പോഴേ എനിക്ക് തോന്നി എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഇവരീ കാണിക്കുന്ന പത്രാസും പ്രതാപവും ഒക്കെ തന്നെ കള്ളത്തരമാണെന്നോ നാടകമാണെന്നൊക്കെ സംശയമുണ്ട്. ആ അനാമിക ഉണ്ടല്ലോ, ആ കുട്ടി കൊച്ചു കൂട്ടെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അവളുടെ
മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ഒന്നും അത്രയ്ക്ക് ശരിയല്ല. നമ്മുടെ അനിമോന്റെ ജീവിതം അവളായിട്ട് നശിപ്പിക്കുക എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അന്ന് പാലിൽ വിഷം ചേർത്തതും അനാമികയും അവളുടെ വീട്ടുകാരും അതോ അഭിയാണോ അപ്പച്ചിയാണോ എന്നൊക്കെ നയനിക്കും നവിക്കും നല്ല സംശയമുണ്ട്. അങ്ങനാണെങ്കിൽ ഈ ഒരു സമയത്തും സംശയിക്കേണ്ടത് അവർ തന്നെയല്ലേ. പക്ഷെ അഭിയും അപ്പച്ചിയും വീണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ളത് അനാമികയല്ലേ. അങ്ങനെ സംശയിക്കേണ്ടത് അനാമികയെ തന്നെ അല്ലേ എന്ന് മുത്തശ്ശനോട് ആദർശ് ചോദിക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനും തന്റെ മുത്തശ്ശിയും ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല മുത്തശ്ശ. ഏത് നിമിഷവും ഒരു അപകടം ഉണ്ടായേക്കാം. അവൾ നവിക്ക് മാത്രമല്ല ബാക്കി എല്ലാവരെയും ഇല്ലാതാക്കാൻ മടിക്കില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശെ മറ്റാരും അറിയണ്ട. ആ ഒരു സ്ഥലത്തുള്ള CCTV ഫുട്ടേജസ് ഒക്കെ നീ എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. ശരി മുത്തശ്ശാന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പിൽ അയാളെല്ലാം എടുത്തോണ്ട് വരാണ്. അങ്ങനെ ആദർശ് അവിടെ കൊണ്ടുവന്നിട്ട് മുത്തശ്ശനെയും അതൊക്കെ കണക്ട് ചെയ്ത് കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കൃത്യസമയത്തായിരിക്കും അനാമിക അങ്ങോട്ടേക്ക് ഓയിലും കൊണ്ട് വരുന്നതും അവിടെ എണ്ണ ഒഴിച്ചിടുന്നതും ആരും കാണാതെ പതിയെ ഇറങ്ങിപ്പോകുന്നതുമായുള്ള വിഷ്വൽസ് ഒക്കെ ആദർശ് കാണുന്നുണ്ട്. അതുപോലെ മുത്തശ്ശിയും കാണണം കേട്ടോ. മുത്തശ്ശിന്റെ ഭഗവതി എന്ന് പറഞ്ഞ് ഇങ്ങനെ വാവത്ത് പിടിക്കാണ്. മുത്തശ്ശനാണെങ്കിലും ഇവന് കലിപ്പിച്ചിരിക്കുകയാണ്. ആദർശാണെങ്കിലും എന്റെ ഈശ്വര ഇവൾ എന്തൊക്കെയാ ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതിനെ തൊട്ടുപുറകെ നവ്യ കയറി വരുന്നതും അഭി വന്ന് വീഴുന്നതും ജലജ വീഴുന്നതൊക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നവ്യ അവിടുന്ന് പറയുന്നതും എല്ലാം ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ലാപ്ടോപ്പ് ആദർശ് അടച്ചു വെക്കാണ്. 3 പേർ മിണ്ടാതിരിക്കുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കാണ്, അതെ നമ്മളുടെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു. അപ്പൊ ദേവ്യാനിക്ക് വിഷം നൽകിയതും അനാമിക തന്നെയാ അല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കാണ്. ആദർശ് പറയാണ്, അത് മുത്തശ്ശിയുടെ നമ്മുടെ എല്ലാവരെയും ചിന്തകൾ ഒന്നു തന്നെയാ. ആ അനാമികയാണ് ഇതിന്റെയൊക്കെ പിന്നില്. ഉറപ്പായിട്ടും അവൾക്ക് ഐഡിയ കൊടുത്തത് അവളുടെ വീട്ടുകാരായിരിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇങ്ങനെയാണെങ്കിൽ അവളോട് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളിവിടുന്ന് അടിച്ചിറക്കണമെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, മുത്തശ്ശ എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്റെ അമ്മയ്ക്ക് ഈ അപകടം ഉണ്ടാക്കിയത് അവൾ തന്നെയാണെന്ന്. പിന്നെ ഞാന് അതിനൊന്നും മുതലാതെ പോലീസിൽ അറിയിക്കാതെയും CCTV ഒന്ന് ചെക്ക് ചെയ്യാതൊക്കെ ഇരുന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്റെ അനിയുടെ ജീവിതം ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയാ. ഞാനും അഭയൊക്കെ ഭാര്യമാരെ ജീവിക്കുമ്പം ഒന്നാമത് അവനൊരു പ്രണയ തകർച്ചയില്ല. ആ കൂടെ അവന്റെ വിവാഹ ജീവിതം കൂടെ തകർന്നാല് അവന് സഹിക്കാനാവില്ല. അതുകൊണ്ടാ ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നത്. മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടാ ഞാനിപ്പോ നോക്കിയെന്നൊക്കെ ആദർശ് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ അനിയുടെ ജീവിതമാണ് വലുതെന്ന് നോക്കിയിട്ട് നമ്മൾ അവളെ ഇപ്പോൾ വളരാൻ അനുവദിച്ചാല് നാളെ നമ്മുടെ അനിയുടെ ജീവൻ നഷ്ടപ്പെട്ടാലോ? അവന്റെ ജീവിതത്തെ കരുതി ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്കല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാണ്. ആദർശ് പറയുന്നുണ്ട്, ഇനിയൊരു പക്ഷേ അവന് നന്ദോനെയാണ് ഇഷ്ടമെന്ന് കരുതിയിട്ടാണോ ആ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, അല്ല അവളുടെ ഭർത്താവിനോടൊക്കെ തീരെ സ്നേഹമില്ല. അത് പല സമയത്തായിട്ട് എനിക്ക് മനസ്സിലായതാ. പണ്ട് നീ നയനമോളെ വെറുത്തുന്ന സമയത്ത് പോലും നയന ഒരിക്കലെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വീട്ടിലുള്ള ആരെങ്കിലും ഉപദ്രവിക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ടോ? ആ സമയത്തും അവൾ എല്ലാവരും നന്മ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാനേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ കുട്ടി അങ്ങനൊന്നും അല്ല. കണ്ടില്ലേ, ആരെയും ഉപദ്രവിക്കാൻ ഒരു മടിയും ആ കുട്ടിക്കില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഒരു മടിയില്ലാത്ത മനസ്സുള്ള കുട്ടിയൊക്കെ എങ്ങനെ നമ്മൾ ഇവിടെ വെച്ചോണ്ടിരിക്കുമെന്ന് മുത്തശ്ശി ചോദിക്കാണ്. ആദർശ് പറയുന്നുണ്ട്, നവ്യ വന്നപ്പോ അവളുടെ സ്വഭാവം എന്തായിരുന്നു, ഇപ്പൊ മാറിയില്ലേ? അതുപോലെ അവൾ മാറുമായിരിക്കും, നമുക്ക് ക്ഷമിക്കാം മുത്തശ്ശ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യമൊന്നും ആരും അറിഞ്ഞില്ല എന്ന് അവള് ധരിക്കണ്ട. ഞാനത് അറിയിക്കും അവളെ. അവക്കിട്ട് നല്ല രണ്ടെണ്ണം കൊടുക്കാതെ ഞാൻ ഇത് നിർത്തില്ലെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, മുത്തശ്ശ വേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അവൾ ഇവിടുന്ന് പോയി നമ്മുടെ അനിയുടെ ജീവിതത്തിലേക്ക് അതൊരു പ്രശ്നമാവില്ലെന്ന് ചോദിക്കുമ്പം, അല്ല ആദർശേ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അവളെ അങ്ങ് താങ്ങി പിടിച്ചോളൂ. നിന്നാല് അവൾ ഇതിന്റെ അപ്പുറം ആയിരിക്കും കാണിക്കുന്നേ. അടുത്തായിട്ട് വീഴ്ത്താനും കൊല്ലാനും പോകുന്നത് എന്നെയും ഇയാളെയും ആയിരിക്കും. അല്ലെങ്കിൽ നവ്യക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 2 തവണയും അയ്യപ്പസ്വാമിയാണ് അവളെ രക്ഷിച്ചത്. നമ്മളെല്ലാവരും മാലയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാ ആ നവ്യക്ക് ആ വലിയ അപകടങ്ങൾ രണ്ടും ഒഴിവായി പോയതെന്ന് മുത്തശ്ശിയൊക്കെ പറയാണ്. അപ്പൊ ഇതിന്റെ ബാക്കിയൊരു സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.